ക്ഷമിക്കുന്നതാകുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ പരിപൂർണമായി ക്ഷമ അവലംബിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന വർണ്ണമായ പ്രതിഫലമാണിത്. പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഒരു ചരിത്രം കൂടി നിങ്ങൾ നല്ലതുപോലെ കേൾക്കുക. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ശൈഖ് അവറുകളെ, നിങ്ങളുടേതാകുന്ന കച്ചവട ചരക്ക് മുഴുവനും കയറ്റി വന്നതായ വലിയ കപ്പൽ കടലിന്റെ നടുക്കളത്തിൽ വെച്ച് കത്തി അമർന്നു പോയിട്ടുണ്ട്, പരിപൂർണമായി നശിച്ചു പോയിട്ടുണ്ട്, അല്പം പോലും ശേഷിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ടവർ ഉടനെ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ. അല്പനേരം മൗനം അവലംബിച്ചു. സബക്ക് തുടർന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ക്ലാസ് തീരാറായപ്പോ അതേ വ്യക്തി തന്നെ ഓടി വന്നിട്ട് പറഞ്ഞു, അതെ, നേരത്തെ കപ്പൽ കത്തിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അത് ശൈഖ് അവറുകളെ നിങ്ങളുടേതല്ല, വേറൊരാളുടെയാണ്. നിങ്ങളുടെ സാധന സാമഗ്രികൾ കയറ്റി വന്നതായ കച്ചവടച്ചരക്കാകുന്ന കപ്പലല്ല. ബഹുമാനപ്പെട്ടവർ ഉടനെ വീണ്ടും പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാ. 2 പ്രാവശ്യവും ഇതേ വാക്ക് തന്നെ തുടർത്തി പറഞ്ഞപ്പോ ശിഷ്യന്മാര് സംശയം ചോദിച്ചു, എന്താ ശൈഖ് അവറുകളെ, നിങ്ങൾ ഈ 2 പ്രാവശ്യവും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉടനെ പറയുകയാണ്, ഞാൻ ഉടനെ എന്റെ മനസ്സിലേക്ക് നോക്കി, എന്റെ കച്ചവടമായി എന്റെ സാധനങ്ങൾ കയറ്റി വന്നതായ ചരക്കിന്റെ കപ്പൽ പരിപൂർണമായി നശിച്ചു പോയി എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിന് വല്ല വിഷമവുമുണ്ടോ പ്രയാസവുമുണ്ടോ? ഞാൻ നോക്കുമ്പോ മനസ്സിന് യാതൊരുവിധ ബുദ്ധിമുട്ട് ഇല്ലേ ഇല്ല. എന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കാത്ത അല്ലാഹുവേ, നിനക്കാണ് അഖില സ്തുതിയും. അൽഹംദുലില്ലാ. ഭൗതികമാകുന്ന ലോകത്തിന്റെ ലാഭം ഉദ്ദേശിക്കാതെ ആഖിറത്തിന്റെ ചിന്തയിലേക്ക് മാത്രമായി എന്റെ മനസ്സിനെ തിരിച്ചതായ അല്ലാഹുവേ, നിനക്കാണ് അഖില സ്തുതിയും. എന്നാൽ എന്തിനാണ് ശൈഖേ മറ്റൊരാളുടെ കച്ചവടമാണ്, സാധനങ്ങളാണ് നശിച്ചത് എന്ന് കേട്ടപ്പോ നിങ്ങൾ വീണ്ടും അൽഹംദുലില്ലാ പറഞ്ഞതോ? എന്തിനാണ്? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മറ്റൊരാളുടെ സാധനങ്ങളാണ് നശിച്ചത് എന്ന് കേട്ടപ്പോ ഞാൻ വീണ്ടും എന്റെ മനസ്സിലേക്കൊന്ന് നോക്കി, അല്ലാഹുവേ, എന്റെ മനസ്സിൽ വല്ല സന്തോഷവും തളം കെട്ടിയിട്ടുണ്ടോ? എന്റെ സാധനങ്ങളല്ല, മറ്റൊരാളുടെ സാധനങ്ങളാണ്, സാമഗ്രികളാണ്. അദ്ദേഹത്തിന്റെ ദുന്യവിയായ ജീവിതത്തിന് ഉപകരിക്കുന്ന വസ്തുക്കൾ മുഴുവനും പരിപൂർണമായി കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് നശിച്ചു എന്ന് കേട്ടപ്പോ എന്റെ അല്ല മറ്റൊരാളുടെയാണെന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മനസ്സിൽ വല്ല സന്തോഷവും വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോ ഇല്ല. എന്റെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവും വന്നിട്ടേ ഇല്ല. തുടക്കത്തിൽ എവിടെയാണോ മനസ്സുണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെ എന്റെ മനസ്സ് നിൽക്കുകയാണ്. എന്റെ മനസ്സിനെ ഇളക്കാതെ പതറാതെ ചിതറാതെ പിടിച്ചു നിർത്തിയതായ അല്ലാഹുവേ, അൽഹംദുലില്ലാ, അഖില സ്തുതിയും നിനക്കാണ് അല്ലാഹ്. ഞാൻ രണ്ടാമതായി അൽഹംദുലില്ലാ പറയാനുള്ള കാരണം അതാണ് എന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എത്ര മനോഹരമായ ചിന്തയാണ് മുഅ്മിൻ.